എന്താണ് കണ്ണൂർ ചെയ്ത കുറ്റം? ഇന്ത്യയിൽ മനുഷ്യൻ ഒന്നാണ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് മനുഷ്യന്റെ വിയർപ്പിന് ജാതിയില്ല, മനുഷ്യന്റെ അധ്വാനത്തിന് ജാതിയില്ല, മനുഷ്യന്റെ ചോരയ്ക്ക് ജാതിയില്ല, മനുഷ്യന്റെ പട്ടിണിക്ക് ജാതിയില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്പം ഭൂരിപക്ഷം കൂടുതലുണ്ട് എന്നതൊഴിച്ചാൽ കണ്ണൂർ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ കണ്ണൂരിലാണ് കേരളത്തിലാകെയുള്ള ശാഖകളുടെ നേർപകുതി. 2 ചോദ്യത്തിന്റെ ഉത്തരം സകല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെയും കണ്ണിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ കണക്കിലുണ്ട്, RSSന്റെ കണക്കിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മറ്റൊന്നുമല്ല. 1, RSSന്റെ കണ്ണിലെ അവസാനത്തെ കരട് ഇന്ത്യയിൽ ആരാണ്? 2, RSS വിരുദ്ധമായ പോരാട്ടത്തിൽ, ഫാസിസ്റ്റ് വിരുദ്ധമായ പോരാട്ടത്തിൽ അവസാനത്തെ തുള്ളിച്ചോരയും ചിന്തി പിന്മടക്കമല്ലാതെ പൊരുതാൻ മുന്നിൽ നിർത്താവുന്ന ഒരു പോരാട്ടത്തിന്റെ മുഖത്ത് ആവേശപൂർവ്വം നിർത്താവുന്ന ഒരാൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരവും ഈ കണക്കിലുണ്ട്. RSS പറയുന്നുണ്ട് ആരാണ്. അതുകൊണ്ട് RSSന്റെ വളർച്ച മാത്രമല്ല, RSSനെ ചൂണ്ടിക്കാണിച്ച് വളരുന്നവരുണ്ട് ഇവിടെ. ന്യൂനപക്ഷ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നവരെയാണ്. കേരളത്തിന്റെ തീരദേശത്തൂടെ കഴിഞ്ഞ കുറെ കാലമായി സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, കേരളത്തിന്റെ തീരദേശം 2 ന്യൂനപക്ഷ ഭീകരവാദികൾ കൃത്യമായി വീതം വെച്ചെടുത്തിരിക്കുന്നു. കേരളത്തിന്റെ മലമേടുകളിലും ന്യൂനപക്ഷ ഭീകരവാദികൾ ഇല്ല എന്നല്ല, പക്ഷെ അവരുടെ താവളം തീരദേശങ്ങളിലാണ്. കൊടുങ്ങല്ലൂര് ഒരു അടയാള ഭൂമിയാണെന്ന് എനിക്ക് തോന്നുന്നു, ചരിത്രത്തിൽ എന്നും അങ്ങനെയാണ്. പക്ഷെ കൊടുങ്ങല്ലൂർ നിന്നുകൊണ്ട് നമ്മൾ തെക്കോട്ടും വടക്കോട്ടും നോക്കിയാൽ കേരളത്തിൽ 2 ന്യൂനപക്ഷ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം കാണാൻ പറ്റും. കൊടുങ്ങല്ലൂരിന്റെ തെക്ക് കൃത്യമായും ക്രിസ്തീയ ഭീകരവാദികളുടെ പൊട്ടിത്തെറിയാണ്. ക്രിസ്ത്യാനികളെ കുറിച്ച് നല്ലതു മാത്രം പറഞ്ഞ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ ചരിത്രത്തിൽ, സംസ്കാരത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ, ആരോഗ്യ മേഖലയിലൊക്കെ, ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ ആ സമുദായം മാലാഖമാരെ പോലെ ഉരുകിത്തീരുന്ന കന്യാസ്ത്രീകളുടെ സമുദായം അർപ്പിച്ച സേവനത്തെക്കുറിച്ച് എനിക്കൊരു തർക്കവുമില്ല. നമ്മുടെ ചരിത്രത്തിന് തർക്കിക്കാനാവില്ല. കാരണം ഇന്ത്യയിലെ ഒരു മാതൃകാ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികൾ. പക്ഷേ ക്രിസ്ത്യാനിയായ ആന്റണി അധികാരത്തിൽ വന്നിട്ട് കഴിഞ്ഞ 2 കൊല്ലത്തിനകം കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് കിട്ടിയിരിക്കുന്ന പേര് സൽക്കർമ്മത്തിന്റെ പേരാണോ, ജീവകാരുണ്യത്തിന്റെ പേരാണോ? അല്ല. ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് നമ്മുടെ തലക്കെട്ടുകൾ പിടിച്ചെടുക്കുന്നത് ക്രിസ്തീയ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. കഴിഞ്ഞ 2 കൊല്ലത്തിനകം കേരളത്തിലുണ്ടായ വർഗീയ കലാപങ്ങളിലെ തലക്കെട്ടുകൾ മാത്രം ഓർത്തോളൂ. തെക്കൻ തീരം ആരുടെ കയ്യിലാണ്? ആരാണ് തുമ്പയിൽ വെടിവെപ്പുണ്ടാക്കിയത്? ആരാണ് വിഴിഞ്ഞത്ത് അക്രമം ഉണ്ടാക്കിയത്? ആരാണ് ആന്റണിയുടെ സ്വന്തം മണ്ഡലമായ ചേർത്തലയിലെ അതിരുങ്കൽ കടപ്പുറം കത്തിച്ചത്? ആരാണ് ഈ കഴിഞ്ഞ മാസം തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിൽ കടൽ തന്നെ കത്തിച്ചത്? എല്ലാം ഒരു വശത്ത് ക്രിസ്തീയ ഭീകരവാദികളുണ്ട്. അവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്, സൈനിക സഹായമുണ്ട്, സാമ്പത്തിക സഹായമുണ്ട്, കേരളത്തിലെ ചില ഭരണകക്ഷികളുടെ ഒത്താശയുണ്ട്, ചില വൻകിട പത്രങ്ങളുടെ പിന്തുണയുണ്ട്. അവരങ്ങനെ വളരുന്നു. നിഷേധിക്കാൻ പറ്റുമോ കേരളത്തിന്? കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ആന്റണിയുടെ ഭരണം കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കൊടുങ്ങല്ലൂരിന് വടക്കോട്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ വളർച്ച. കൊടുങ്ങല്ലൂരിന് വടക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്കറിയാം. ചാവക്കാട് വിട്ടാ പിന്നെ പൊന്നാനി, പരപ്പനങ്ങാടി, താനൂര്, ബേപ്പൂര്, മാറാട്, വെള്ളയിൽ, തലശ്ശേരി, കണ്ണൂര്, കാസർഗോഡ്. പോലീസിന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഇസ്ലാമിക ഭീകരവാദികളുടെ വലിയ താവളങ്ങളിൽ ഒന്ന് മംഗലാപുരം ജില്ലയിലെ ഉള്ളാൾ തീരം വരെയുള്ള തീരപ്രദേശത്താണ് എന്നാണ്. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കഴിഞ്ഞ ഡിസംബർ മാസം 6-ന് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് കാസർഗോഡ് കടപ്പുറത്ത് ഇസ്ലാമിക ഭീകരവാദികൾ അക്രമം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് ഇവരൊക്കെ ചേർന്നാണ് കേരളത്തെ ഭരിക്കുന്നത്. ആന്റണി കേരളത്തെ ആർക്കാണ് തീരെഴുതി കൊടുത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ലോകത്തിലെ ഒരു പറ്റം മുതലാളിമാർക്കാണെങ്കിൽ ആ മുതലാളിമാരുടെ ചെലവിൽ അവരുടെ ഒത്താശയോടുകൂടി കേരളം പങ്കിട്ടെടുത്ത് കേരളം കയ്യിലെടുത്ത് അമ്മാനമാടുന്നത് ഇവിടുത്തെ കൊടിയ വർഗീയ വിധ്വംസക പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങളാണ്. ധാരാളം തെളിവുകൾ, അതിന്റെ ഒടുവിലത്തെ കാഴ്ചയാണ് മാറാടുകൾ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലത്ത് അക്ഷരാർത്ഥത്തിൽ കേരളം ആയുധപ്പുരയായി തീരുകയാണ്. കേരളത്തെ പണ്ട് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് ഭ്രാന്താലയം എന്നാണ്. അത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. ഇന്ന് ഈ വർഗീയവാദികളെല്ലാം ചേർന്ന് കേരളത്തെ ഇന്നൊരു പിശാചുക്കളുടെ കൂടാരമാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സ്വാമി വിവേകാനന്ദൻ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് കേരളത്തിൽ വന്നു പോയത്. ഭ്രാന്ത് ഒരു മനുഷ്യന്റെ അസുഖമാണ്, അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒന്നാണ്. പക്ഷെ ചെകുത്താന്റെ മനസ്സ് മാറ്റാൻ ദൈവത്തിന് പോലും സാധ്യമല്ല എന്ന് അറിയാവുന്നവർക്ക് ചെകുത്താന്മാരുടെ ഒരു കൂടാരമായി ആണ് ഇന്ന് കേരളം മാറിയിരിക്കുന്നത് എന്ന് കാണാൻ പ്രയാസമില്ല. അക്ഷരാർത്ഥത്തിൽ കേരളം ഇങ്ങനെ ആക്കി തീർത്തത് ആരാണ് എന്ന അന്വേഷണമാണ് അതീവ ഗൗരവമായി ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അടിസ്ഥാനപരമായ ഒരു ചോദ്യം, ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിന്റെയും ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒരു പശ്ചാത്തലത്തിൽ വർഗീയത എന്ന മഹാവിപത്തിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ പങ്കുവെക്കുമ്പോൾ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളും കൂടി പറയണം എന്ന് ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, എല്ലാ വർഗീയവാദിയുടെയും ഒരു അടിത്തറ വംശീയവാദമാണ്. വംശീയത എന്ന് പറയുന്നത് എന്റെ വംശം അല്ലെങ്കിൽ എന്റെ സമുദായം ഭൂമിയിലെ ഏറ്റവും ഉത്തമ സമുദായമാണെന്നും എന്റേതല്ലാത്ത സമുദായത്തിൽ പിറന്നില്ല എന്നതുകൊണ്ട് തന്നെ മറ്റു സമുദായങ്ങളിൽ പിറന്ന മനുഷ്യന്മാർ രണ്ടാം കിടക്കാരാണെന്നും എന്റെ കയ്യിൽ സൗകര്യപ്രദമായ തോതിലുള്ള അധികാരം വരുമ്പോ അതുകൊണ്ട് തന്നെ അത്തരം സമുദായങ്ങളെ ഞാൻ തുടച്ചു നീക്കുമെന്നും പറയുന്നവനാണ് വർഗീയവാദി, അവനാണ് ഫാസിസ്റ്റ്. ഈ വാദം മനുഷ്യവിരുദ്ധമാണെന്ന് കാണാൻ നമുക്ക് പ്രയാസമില്ല. എന്നാൽ ഇത് അതിലേറെ മതവിരുദ്ധവും ആണ്, ദൈവദോഷവും ആണ്. അടിസ്ഥാനപരമായി വംശീയവാദം ഉയർത്തുന്ന ചോദ്യം ജന്മം ഒരു മനുഷ്യന്റെ യോഗ്യതയാണോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യം ആദ്യം ചോദിച്ചത് പ്രവാചകന്മാരാണ്. 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ പ്രവാചകനായ മുഹമ്മദ് നബി ഇതേ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. അക്കാലത്തെ അറേബ്യയിലെ പ്രാകൃതന്മാരായ ബദുക്കൾക്കിടയിൽ ഏറ്റവും നീചമായ ജാതീയതയുണ്ടായിരുന്നു. ഉയർന്ന ജാതിയും താണജാതിയും തമ്മിലുള്ള ഉച്ചനീചത്വം. അവരോടാണ് പ്രവാചകൻ പറഞ്ഞത്, ജന്മം മനുഷ്യന്റെ യോഗ്യതയല്ല, കർമ്മമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. പറയുക മാത്രമല്ല, കറുകറുത്ത നീഗ്രോ വംശത്തിൽ പിറന്ന ബിലാൽ എന്ന ആത്മസുഹൃത്തിനെ ഉയർത്തിക്കാണിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇവൻ ജന്മം കൊണ്ട് അധമനായിരിക്കാം, പക്ഷെ കർമ്മം കൊണ്ട് എന്നോളം മഹാനാണ്. മൃഗങ്ങളെ പോലെ വിറ്റഴിക്കപ്പെട്ടിരുന്ന ഒരു അടിമയ്ക്ക് പിറന്ന കുഞ്ഞാണ് സെയ്ദ്. ആ കുഞ്ഞിനെയാണ് പ്രവാചകൻ സ്വന്തം മകനായി വളർത്തിയത്. പ്രവാചകന്റെ മകനും അടിമയുടെ മകനും ജന്മം കൊണ്ട് യാതൊരു വിശേഷവുമില്ല എന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ പ്രവാചകന്റെ സമുദായം ഇന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ദർശനം ആഴത്തിൽ ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ഏറ്റുവിളിക്കുമോ? ജന്മം മനുഷ്യന്റെ യോഗ്യതയല്ല എന്ന മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് ഒരു കുലത്തിൽ പിറന്നു എന്ന ഒരൊറ്റ കാരണത്താൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് ഒരു സമുദായത്തിൽ പിറന്നവൻ, ഒരു കുലത്തിൽ പിറന്നവൻ, ഒരു തറവാട്ടിൽ പിറന്നവന് മാത്രമായി ആ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ പദവി എന്നേക്കുമായി സംവരണം ചെയ്യപ്പെടുന്നത് ഈ തത്വത്തിന് നിരക്കുന്നതാണോ? പ്രവാചകന്മാർ ചോദിച്ച ചോദ്യം തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ഇവിടുത്തെ ബ്രാഹ്മണന്മാരോടും ചോദിച്ചത്. ബ്രാഹ്മണന്മാർക്ക് ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ബ്രാഹ്മണനായി പിറന്നതുകൊണ്ട് ഭൂമിയൊക്കെ എന്റെ സ്വന്തമാണ്. ബ്രാഹ്മണനായി പിറന്നതുകൊണ്ട് ബ്രാഹ്മണനല്ലാത്ത മനുഷ്യന്മാരെ മുഴുവൻ കൈയടക്കി വെക്കാൻ, അവരുടെ മേൽ ആധിപത്യം ചെലുത്താൻ എനിക്ക് അവകാശമുണ്ട്. അവരോടാണ് കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചത്, ജന്മം നിന്റെ യോഗ്യതയാണോ? ബ്രാഹ്മണനായി പിറന്നത് നിന്റെ മഹത്വമാണോ എന്ന് ചോദിക്കുകയുണ്ടായി. ഇത് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഒരു രീതിശാസ്ത്ര പ്രകാരം കുറെ കൂടി കൃത്യമായി വിശദീകരിക്കും. പ്രവാചകന്മാർ, മതദർശനങ്ങൾ, വിപ്ലവകാരികൾ മുന്നോട്ട് വെച്ച ആശയത്തെ കമ്മ്യൂണിസ്റ്റുകാർ വംശീയവാദത്തിന്റെ അടിത്തറയെ ചോദ്യം ചെയ്യുന്നത് ഒരൊറ്റ പ്രശ്നം മുൻനിർത്തിയാണ്. അതെന്താണ്? സ്വന്തം അധ്വാനത്തിന്റെ പങ്കില്ലാതെ ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ഒന്നും അയാളുടെ യോഗ്യതയായി ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ജനിച്ച കുലം, ജനിച്ച ജാതി, സമുദായം, തറവാട്, ഒരാളുടെ രൂപം, ഒരാളുടെ സൗന്ദര്യം, ഒരാളുടെ ഉയരക്കുറവ്, ഒരാളുടെ ഉയരക്കൂടുതൽ, ഇതൊന്നും മനുഷ്യന്റെ യോഗ്യതയോ അയോഗ്യതയോ അല്ല. ഈ നാട്ടിലെ നായരും നസ്രാണിയും, ഈഴവനും പൊലയനും പറയനും ചെറുമനും കണക്കനും ആശാരിയും മൂശാരിയും മണ്ണാനും പെരുവണ്ണാനും ഒക്കെ അമ്മയുടെ ഗർഭപാത്രം ഒരു യോഗ്യതയല്ല, അയോഗ്യതയുമല്ല. അത് പണ്ട് കേരളത്തിന്റെ തീരത്തൊരു മനുഷ്യൻ പറഞ്ഞിരുന്നു. കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായ വെളിയങ്കോട് ഉമർ ഖാലി, അദ്ദേഹമാണ് പറഞ്ഞത്, അയാ ഫാഖിറൻ ബിൻ നസബി കൈഫത് തഫാഖിറു വ അസ്ലുകുമു മിൻ ഖബ്ലു തീയൻ വ നായരു വ ആശാരി മൂശാരി വ മണ്ണാനു പാണനു വ കൊയപ്പാനു ചെട്ടിയും വ നായാടി പറയരു. മലയാളത്തിൽ എഴുതാൻ കഴിയാത്ത വെളിയങ്കോട് ഉമർ ഖാലി മലയാളവും അറബിയും ഒക്കെ കൂട്ടിച്ചേർത്ത് അറബി ലിപിയിൽ പൊന്നാനി പള്ളിയുടെ ചുമരിൽ കുറിച്ചിട്ട കവിതയാണത്. കവിതയുടെ അർത്ഥം മറ്റൊന്നുമല്ല, മുസൽമാന് മാത്രമായി ഒരു തറവാടിത്തവും ഘോഷിക്കാനില്ല. ഈ നാടിന്റെ ആദിമ നിവാസികൾക്ക്, നാനാജാതികൾക്ക് എന്ത് തറവാടിത്തമാണോ ഉള്ളത്, എന്ത് സമുദായമാണോ ഉള്ളത്, അതാണ് എന്റെയും നിന്റെയും സമുദായം എന്നാണ് വെളിയങ്കോട് ഉമർ ഖാലിയും മുന്നോട്ട് വെച്ച ആശയം. ഇത് പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും വിപ്ലവകാരികളും മുന്നോട്ട് വെച്ച ഈ ആശയം ഇന്ന് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളാണ്.
വലിയ വലിയ സമുദായങ്ങളിൽ പിറന്നവർ, വലിയ ഉത്തമ തറവാടുകളിൽ പിറന്നവർ കൊടിയ ക്രിമിനൽ കുറ്റവാളികളായി നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എത്രയെത്ര ഉദാഹരണങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും ഒടുവിൽ മേലാസകലം വെന്തുപോയ ഒരു പാവം പെൺകുട്ടിയെ ഉപദ്രവിച്ചവന്റെ പേര്, ആ പിശാചിന്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്, ഭഗവാന്റെ പേരാണ്. അതുകൊണ്ട് മനുഷ്യൻ നന്നാവൂ. അതേ കാലത്ത് ഈ വണ്ടൂരിൽ 7ാം ക്ലാസ് പഠിക്കുന്ന കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പാവം കിളുന്നു പെണ്ണിനെ സ്കൂളിലേക്ക് പോകുമ്പോൾ പിച്ചി ചീന്തി എറിഞ്ഞ കാട്ടാളൻ, അവന്റെ പേര് മുഹമ്മദ് കോയ എന്നാണ്, പ്രവാചകന്റെ പേരാണ്. അതുകൊണ്ട് മനുഷ്യൻ നന്നാവൂ. ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പേര് ഖൈറുന്നീസയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അറബിയിലാണ് എന്നേ ഉള്ളൂ. ഉത്തമ വനിത എന്നാണ് ഖൈറുന്നീസ എന്ന് പറഞ്ഞാൽ അർത്ഥം. പക്ഷേ നമ്മുടെ ഇത്താത്തക്ക് എന്തായിരുന്നു പണി? അതുകൊണ്ട് ഇമാതിരി പേരുകൾ. മാറാട് പള്ളിയിൽ നടന്നത് നമുക്കറിയാം. മാറാട് പള്ളിയിലേക്ക് ചോരയൊലിക്കുന്ന മാരകായുധങ്ങളുമായി അക്രമികൾ വന്ന് കയറിയപ്പോൾ അവിടെ അഭയം കൊടുത്തു അത്രേ. അവിടെ വെച്ചാണ് അത്രേ കൂട്ടക്കൊലക്കുള്ള ആസൂത്രണങ്ങൾ നടന്നത് എന്നൊക്കെ ആന്റണിയുടെ പോലീസ് പറയുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ പോലീസ് പറയുന്നു. മനുഷ്യനെ കൊന്ന അക്രമികൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തെ കാളിമാർ, മതപണ്ഡിതന്മാർ ചെയ്യേണ്ടത്, അവരുടെ കയ്യിൽ പിടിക്കുന്ന പഴയ ഒരു അധികാര ചിഹ്നമുണ്ടല്ലോ, പഴയ ഒരു വടി അല്ലെങ്കിൽ ഒരു വാള്, അതുകൊണ്ട് ആട്ടി ഓടിക്കേണ്ട അക്രമികളെ. അതുണ്ടായില്ല. അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ പള്ളിയിലെ ഇമാമിന്റെ പേര് സദഖത്തുള്ള എന്നാണ്. സദഖത്തുള്ള എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ വരദാനം എന്നാണ്. കേരളത്തിലെ 3.25 കോടി മലയാളികളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന, പടച്ചോനെ ഇമാതിരി വരദാനങ്ങൾ ഞങ്ങൾക്ക് വല്ലാതെ തരല്ലേ എന്നാണ്. ഏറ്റവും ഒടുവിൽ ചെമ്മാട്ടുകാർ കണ്ടില്ലേ, പാത്തുമ്മക്കുട്ടി എന്ന് പറയുന്ന ഒരു സുന്ദരിയായ യുവതിയെ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന യുവതിയെ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ഭീകര സംഘം, കൊലയാളി സംഘം, 16 തവണ കല്യാണം കഴിച്ചതിന് രേഖകളുള്ള ഒരാൾ, അദ്ദേഹം പിച്ചി ചീന്തി എറിഞ്ഞില്ലേ, ഏറ്റവും ഭീകരമായി കൊലപ്പെടുത്തിയില്ല. അങ്ങനെ ഒരു കൊലപാതകം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് എന്നാണ് എന്റെ വിചാരം. പക്ഷേ കൊല്ലാൻ വന്ന അക്രമിയുടെ പേരെന്താണ്? ഇസ്ലാം ഖാൻ എന്നാണ്, സമാധാനത്തിന്റെ ദൂതൻ. എന്ത് മനോഹരമായ പേരാണ്. അതുകൊണ്ട് ഊരും പേരും ജനിച്ച കുലവും ഒന്നും മനുഷ്യന്റെ യോഗ്യതയല്ല എന്ന് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്ന കാലത്ത് വർഗീയവാദികളുടെ അടിത്തറ പൊളിയുകയാണ്. അത് മതവിരുദ്ധമാണ്. എന്റെ വംശം, ഞാൻ പിറന്ന കുലം എന്റെ യോഗ്യതയല്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്, എന്റെ ജന്മം തൊട്ട് മരണം വരെയുള്ള എന്റെ ആയുഷ്കാലത്ത് ഈ ഭൂമിയിലെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നതാണ് ഞാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ജന്മമല്ല കർമ്മമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതുകൊണ്ട് വംശീയത എന്ന വർഗീയതയുടെ അടിത്തറയെ ചോദ്യം ചെയ്തുകൊണ്ട് വേണം എല്ലാതരം വർഗീയവാദികളോടും സംസാരിക്കാൻ എന്ന് ആമുഖമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ വർഗീയവാദികളോട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. കേരളത്തിലെ വർഗീയവാദികളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു സമീപകാലം വരെ. ഇവിടെ ഇന്ത്യയിലെ വർഗീയവാദികൾ 2 തരക്കാരുണ്ട്. ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത. ഇതിൽ ഏതാണ് കൂടുതൽ അപകടം, ഏതാണ് അപകടക്കുറവ് എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടേയിരുന്ന ഒരു ചരിത്രം കേരളത്തിനുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് വർഗീയത പലതില്ല എന്ന കാഴ്ചയിലാണ്. വർഗീയത ഒന്നേ ഉള്ളൂ എന്നും അതൊരു കെട്ട മനസ്സാണ് എന്നും അതൊരു കറുത്ത പ്രത്യയശാസ്ത്രമാണ് എന്നും അത് ഭൂമിയിലെ മനുഷ്യവംശത്തിന്റെ ശത്രുവാണ് എന്നും തിരിച്ചറിയുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. കാരണം ഭൂരിപക്ഷം, ന്യൂനപക്ഷം തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ കേവലമായി നിലനിൽക്കുന്നതല്ല, അത് വളരെ ആപേക്ഷികമാണ്. ലോകത്തിന്റെ ഭൂരിപക്ഷ സമുദായമല്ലല്ലോ ഇന്ത്യയുടെ ഭൂരിപക്ഷം. ഇന്ത്യയുടെ ഭൂരിപക്ഷമല്ല കേരളത്തിന്റെ ഭൂരിപക്ഷം. കേരളത്തിന്റെ ഭൂരിപക്ഷമല്ല മലപ്പുറത്തിന്റെ ഭൂരിപക്ഷം. ഇതൊക്കെ വ്യത്യസ്തമാണ്. മാത്രമല്ല, ഒരിടത്ത് ഭൂരിപക്ഷമാകുന്നവൻ മറ്റൊരു രാജ്യത്ത് മറ്റൊരു തെരുവിൽ ചെല്ലുമ്പോൾ ന്യൂനപക്ഷമായി തീരും. എത്ര ഉദാഹരണം. ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദി ഇവിടുത്തെ ഭൂരിപക്ഷമാണ്, ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം അവരുടെ ഇരകളാണ്. പക്ഷേ ബംഗ്ലാദേശിലേക്ക് ഒരു മുള്ളുവേലി ചാടിക്കടന്നാൽ എത്തുന്ന ബംഗ്ലാദേശിൽ ഏറ്റവും ഭീകരന്മാരാരാണ്? അവിടുത്തെ മുസ്ലിം വർഗീയവാദികളാണ്. അവിടുത്തെ പാവങ്ങളായ ഇരകളാരാണ്? അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളാണ്. ഇത് മാത്രമല്ല, ഒരേ വർഗീയവാദി തന്നെ വ്യത്യസ്ത തെരുവുകളിൽ വേഷം കെട്ടി മാറി മാറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ 11 പെന്റഗൺ തകർക്കാൻ പോയത് ഇസ്ലാമിക ഭീകരവാദിയാണെങ്കിൽ അത് അമേരിക്കയിൽ ചെല്ലുമ്പോ ന്യൂനപക്ഷ വർഗീയതയാണ്. ഉസാമ ബിൻ ലാദൻ, അൽ ഖായിദ എന്നൊക്കെ പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയാണ്. പക്ഷേ അതേ വർഗീയവാദി തന്നെ സൗദി അറേബ്യയിൽ ആക്രമിക്കാൻ ചെല്ലുമ്പോ അവര് തന്നെ ഭൂരിപക്ഷ വർഗീയതയാവുന്നു. അവര് തന്നെ ജെറൂസലേമിൽ ആക്രമിക്കാൻ ചെല്ലുമ്പോ വീണ്ടും ന്യൂനപക്ഷ വർഗീയതയാവുന്നു. അവര് തന്നെ മൊറോക്കോയിൽ ആക്രമിക്കാൻ ചെല്ലുമ്പോ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയാവുന്നു. പ്രസ്ഥാനം ഒന്നാണ്, നേതാവ് ഒന്നാണ്, ആശയം ഒന്നാണ്, നയം ഒന്നാണ്. പക്ഷെ വേഷങ്ങൾ മാറി മാറി വരുന്നു, പേരുകൾ മാറി മാറി വരുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഭൂരിപക്ഷം, ന്യൂനപക്ഷം തുടങ്ങിയ പ്രയോഗങ്ങൾ കേവലമായി നിലനിൽക്കുന്ന ഒന്നല്ല.
അതോടൊപ്പം തന്നെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും വെവ്വേറെ നിലനിൽക്കാൻ അർഹതയില്ലാത്തവരാണ്, പാരസ്പര്യത്തിലൂടെ മാത്രം നിൽക്കുന്നവരാണ്. പാരസ്പര്യം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മറ്റേതില്ല, ഒന്നിനെ ചൂണ്ടിക്കാണിച്ചാണ് മറ്റേതിന്റെ വളർച്ച. എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സയാമീസ് ഇരട്ടകളെ പോലെയാണ്. അവനാകാമെങ്കിൽ എനിക്കായിക്കൂടെ എന്നാണ് ചോദ്യം. അതുകൊണ്ട് അവനുള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാകും. രണ്ടും വേണ്ട എന്നാണ് മനുഷ്യന്മാർ പറയേണ്ടത്, സമാധാന പ്രേമികൾ പറയേണ്ടത്. രണ്ടു കൂട്ടരും ആവശ്യമില്ല, ഈ സമാധാനപൂർവ്വം ഈ നാട്ടിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഒരു കൂട്ടർ തന്ത്രപൂർവ്വം ഉണ്ടാക്കി അവർക്ക് വളരാൻ ആവശ്യമായ മറ്റേ കൂട്ടരെയും ഇവര് തന്നെ വളർത്തിയെടുക്കുന്ന കാഴ്ച മലപ്പുറം ജില്ലയിൽ പണ്ട് BJPയുടെ ഒരു കൊടി കണ്ട കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ RSSന്റെ കൊടി വരാൻ ഇടയില്ല, വരേണ്ട കാര്യമില്ലല്ലോ. സമാധാനപൂർവ്വം മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു മണ്ണാണ്, എല്ലാ ജാതി മതക്കാരും ഒരുപോലെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ആരൊക്കെ വന്നു? മഹാരാഷ്ട്രയിൽ നിന്ന് ശിവസേനയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമായ ബജ്രംഗ ദളിന്റെ ജില്ലാ ഓഫീസ് തുറന്നു മലപ്പുറത്ത്. എന്താ അർത്ഥം? അവര് പറയുന്ന ഒരു വാദമുണ്ട്, ആ വാദം ന്യായമാണ്. കഴിഞ്ഞ കുറെ കാലമായി മലപ്പുറം ജില്ലയിൽ ഇസ്ലാമിക ഭീകരവാദമുണ്ട്, NDF ഉണ്ട്. അവർക്ക് മഞ്ചേരിയിൽ ഏക്കർ കണക്കിന് വിസ്താരമുള്ള ആസ്ഥാനമുണ്ട്, ഗ്രീൻ വാലി എന്ന മനോഹരമായ പേരുണ്ട്. അതിനകത്ത് ദുരൂഹമായ പൊട്ടിത്തെറികളുണ്ട്. എന്നിട്ട് ഈ RSSകാർ പറയുന്നത് മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുണ്ട്, അവരെയൊക്കെ ആയുധ പരിശീലനം നടത്തി അവർക്കൊക്കെ ആയുധങ്ങൾ നൽകാനുള്ള ഒരു ആയുധ പരിശീലന കേന്ദ്രമാണ്, ആയുധപ്പുരയാണ് മഞ്ചേരിയിൽ തുറന്നിരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ വളരെ വളരെ ന്യൂനപക്ഷമാണ്, അവരുടെ ഭാവിയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് ശിവസേന വരികയല്ലാതെ എന്തു ചെയ്യും? ഗുജറാത്തിൽ നിന്ന് ബജ്രംഗ ദൾ വരികയല്ലാതെ എന്തു ചെയ്യും? ഇതാണ് ചോദ്യം. അതുകൊണ്ട് ഇത് പരസ്പരം ചൂണ്ടിക്കാണിച്ച് വളരുന്നതാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കണം. ചരിത്രത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ മാത്രമല്ല, 1906 ഇന്ത്യയിൽ ആദ്യമായ ഒരു സാമുദായിക പ്രസ്ഥാനം ഉണ്ടായി. അതിന്റെ പേര് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്നാണ്. അതിനെ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദികൾ നടത്തിയ മുറുമുറുപ്പുകളാണ് 9 കൊല്ലം മുമ്പ്, ഈ 9 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു ലക്ഷണമൊത്ത ഹിന്ദു വർഗീയ സംഘടന ഉണ്ടായത്, ഹിന്ദു മഹാസഭ 1915. 10 കൊല്ലം കഴിഞ്ഞപ്പോ 1925 RSS ഉണ്ടായി. ഒന്നുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റേതുണ്ടായത്. ഇത് പാരസ്പര്യത്തിലൂടെ വളരുന്നവരാണ്. മാത്രമല്ല, ഇവര് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. മുദ്രാവാക്യങ്ങൾ വളരെ കൃത്യമായി പാരഡികളാണ്. സ്വന്തമായി മുദ്രാവാക്യങ്ങൾ ഒരു വർഗീയവാദിയും തീർക്കുന്നില്ല. ഭൂരിപക്ഷ വർഗീയതയുടെ മുദ്രാവാക്യം ന്യൂനപക്ഷ വർഗീയവാദി നാളെ ഏറ്റുവിളിക്കും. ന്യൂനപക്ഷ വർഗീയവാദി ഇന്ന് വിളിക്കുന്ന മുദ്രാവാക്യം നാളെ ഭൂരിപക്ഷ വർഗീയവാദി വിളിക്കും. ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ. ഞാൻ ആദ്യമായി കേട്ട ഏറ്റവും പേടിപ്പിക്കുന്ന മുദ്രാവാക്യം അതാണ്. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞപ്പോ അതിന്റെ പാരഡി മുദ്രാവാക്യം ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദികൾ വിളിച്ചു, ഇസ്ലാം, ഇസ്ലാം, ഇസ്ലാം മാത്രം. കോഴിക്കോട്ടങ്ങാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് സിമി എന്ന വിദ്യാർത്ഥി സംഘടന, ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടനയാണ്, അവര് നടത്തിയ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയം നമുക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. പക്ഷേ കൃത്യം 3 മാസം കഴിഞ്ഞപ്പോ വിശ്വ ഹിന്ദു പരിഷത്ത് ഡൽഹിയിൽ നടത്തിയ ഒരു അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രമേയം ഇതിന്റെ പാരഡിയായിരുന്നു. എന്താണത്? ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. ഒന്ന് വന്നാൽ മറ്റേത് വരും. മാറാട് ബീച്ചിൽ കഴിഞ്ഞ തവണ കലാപം ഉണ്ടായത് എന്തിനാണ് എന്ന് അന്വേഷിച്ചു പോയ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച അവിടെ നടന്ന മുദ്രാവാക്യങ്ങളുടെ ഏറ്റുമുട്ടലാണ്. അബ്ദുൽ നാസർ മഅദനിയുടെ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ട് അതിന്റെ ചുവട്ടിൽ എല്ലാ മുസ്ലിം വീടുകളിലും സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു, വരും കൊടുങ്കാറ്റായി. വന്നോട്ടെ, വരുന്നതിനല്ല അപകടം. ആന്റണി അധികാരമേൽക്കുമ്പോ ആശീർവദിക്കാൻ ഉസ്താദ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പോയി പറഞ്ഞതാണ്, ഉമ്മൻചാണ്ടി പോയി പറഞ്ഞതാണ്, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്. പക്ഷെ ആന്റണി വന്നിട്ട് 2 കൊല്ലമായി, മഅദനി പോയിട്ട് 5 കൊല്ലമായി. പക്ഷെ അദ്ദേഹം വരുന്നതിനേക്കാളും വലിയ അപകടമാണ് ഈ മുദ്രാവാക്യം. മുദ്രാവാക്യത്തിന്റെ പാരഡി ഇതേ വാക്കുകൾ അച്ചുമാറ്റി വെച്ച് മാറാട് ബീച്ചിലെ എല്ലാ ഹിന്ദു വീടുകളിലും സ്റ്റിക്കർ ഒട്ടിച്ചു. എന്താ മുദ്രാവാക്യം? കൊടുങ്കാറ്റിന് ശിലയെ പിളർക്കാനാവില്ല. കൊടുങ്കാറ്റ് എങ്ങനെയാണ് ശിലയെ പിളർക്കുന്നത് എന്നാണ് പിന്നെ ജനുവരി മാസം 3-ാം തീയതി രാത്രി നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരേ മുദ്രാവാക്യങ്ങൾക്ക് പാരഡി തീർക്കുന്നവരാണ് ഇവർ. ഇവർക്ക് സ്വന്തമായി മുദ്രാവാക്യങ്ങൾ പോലുമില്ല, മൗലികമായ മുദ്രാവാക്യങ്ങളില്ല. മുദ്രാവാക്യങ്ങൾ പോലും കടം കൊള്ളുന്നവരാണ്, അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നവരാണ്. മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, ഇവർ പൊതുവായി ഒരേ യജമാനന്മാരെ സേവിക്കുന്നവരാണ്. ലോകത്തിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പരിശോധിക്കുന്നില്ല, കേരളത്തിന്റെ ഒറ്റ ഉദാഹരണം എടുത്തോളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആന്റണിക്ക് 100 സീറ്റിന്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് ആര്? BJP കൊടുത്ത വോട്ട്. നഗ്നമായി കോലീബി സഖ്യം, എല്ലാവർക്കും അറിയാം. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലാണ് PDP എന്ന സംഘടന ആദ്യമായി UDF വേണ്ടി ചങ്കുപൊട്ടി മുദ്രാവാക്യം വിളിച്ചത്. മുസ്ലിം ലീഗിന് വീര്യം പോരാ എന്ന് പറഞ്ഞ്
അങ്ങനെ ദുർമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ വളർന്നു വന്ന NDF നാദാപുരം പോലുള്ള നുണച്ചാക്കുകൾ അഴിച്ചുവിട്ടിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ അകത്തിന് കീഴിലെ ചൂടേറ്റ് തന്നെ വളർന്ന NDF കൂടി പിന്തുണച്ചത് ഈ മുന്നണിയെയാണ്. നുണച്ചാക്കുകളൊക്കെ അഴിഞ്ഞു വീണു. തിരുവമ്പറമ്പിലെ നബീസാന്റെ ശാപമാണ് ഈ ഗവൺമെന്റിനെ ഇപ്പോഴും പിന്തുടരുന്നത് ഞാൻ വിചാരിക്കുന്നു. ആന്റണിക്കും കുഞ്ഞാലിക്കുട്ടിക്കും വോട്ട് ചെയ്ത ഒരു മുസ്ലിം ലീഗുകാരനും കോൺഗ്രസുകാരനും പോലും നെഞ്ചത്ത് കൈവച്ച് ദൈവമേ ഞാൻ ചെയ്തത് ഒരു സൽക്കർമ്മമായി എന്ന് വിചാരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? പെണ്ണിന്റെ ശാപമാണ്. തിരുവമ്പറമ്പിലെ നബീസാന്റെ ചാരിത്രം വിറ്റാണ് ഇവർ അധികാരത്തിൽ വന്നത്. ഇപ്പൊ നബീസ പറയുന്നു, നബീസാന്റെ ഭർത്താവ് മുഹമ്മദ് പറയുന്നു, നബീസാന്റെ മോള് പറയുന്നു ബലാത്സംഗം നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി മുസ്ലിം ലീഗുകാരും NDFകാരും വന്ന് ഞങ്ങളോടൊരു കരാറുണ്ടാക്കിയിരുന്നു. എന്റെ ചാരിത്രം വിൽക്കാനുള്ള കരാറ്. 10 ലക്ഷം ഉറുപ്പിയായിരുന്നു കരാറ്. പൈസയും തന്നില്ല, അതും പറ്റിച്ചു. അങ്ങനെ അനവധി ഈ നുണച്ചാക്കുകളൊക്കെ അഴിച്ചുവിട്ടാണ് ആന്റണി വന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ യജമാനെ സേവിക്കുന്നത് എല്ലാ വർഗീയവാദികളും ഒരുമിച്ചാണ് എന്ന് നമ്മൾ കണ്ടു. മാത്രമാണോ, ഇവർ കൊന്നൊടുക്കുന്നത് ആരെയാണ്? പൊതുശത്രുവിനെയാണ്. നമുക്കൊരു ധാരണയുണ്ട്, ഇസ്ലാമിക തീവ്രവാദിയും RSSകാരനും പരസ്പരം ശത്രുക്കളാണ്. ആണോ? അനുഭവത്തിൽ അങ്ങനെയാണോ? ഇവരാരെയാണ് കൊന്നൊടുക്കുന്നത്? നമ്മുടെ മുമ്പിൽ ചില പൊറാട്ട് നാടകങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ആ നാടകം പോലും വളരെ ആസൂത്രിതമാണ്. അതിന്റെ കാരണങ്ങൾ വേറെയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, RSS എന്ന ഹൈന്ദവ തീവ്രവാദ പ്രസ്ഥാനം കേരളത്തിൽ ആരെയാണ് കൊന്നത്? RSSകാരൻ പറഞ്ഞത് ഇസ്ലാമിക ഭീകരവാദികളാണ് ഞങ്ങളുടെ ശത്രു എന്നാണ്. ലോകത്തിൽ ജനാധിപത്യം രക്ഷിക്കാൻ ഭീകരവാദത്തെ തകർക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ഒരു ഭീകരവാദിയെ കിട്ടിയാൽ ഞങ്ങൾ കൊല്ലുന്ന. പക്ഷേ RSSകാരൻ കേരളത്തിൽ മാത്രം കൊന്ന കണക്കെടുത്തോളൂ. കണ്ണൂർ എന്ന ഒരൊറ്റ ജില്ലയിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം കഴിഞ്ഞ നവംബർ 1 വരെ 53 മനുഷ്യന്മാരെ RSSന്റെ കൊലക്കത്തിക്കിരയായി കൊന്നിരിക്കുന്നു. അത്ഭുതകരമാണ് ആ കണക്ക്. കണ്ണൂർ എന്ന ഒരൊറ്റ ജില്ലയിൽ 53 മനുഷ്യന്മാരെ RSSകാർ കൊന്നപ്പോ ആ കൊല്ലപ്പെട്ടവന്റെ ഊരും പേരും പരിശോധിക്കുന്നവൻ ഞെട്ടിപ്പോകും. കാരണം ആ കൊല്ലപ്പെട്ട 53 പേരിൽ 47 പേരും ഹിന്ദുക്കളാണ്. ഹിന്ദു അമ്മമാരുടെ ഗർഭത്തിലൂറിയ മക്കൾ. അവരെന്താ ചെയ്ത കുറ്റം? അവര് പറഞ്ഞു RSS ഇന്ത്യയുടെ ശത്രുവാണ്, ഹിന്ദുത്വവാദം ഇന്ത്യക്ക് ചേർന്നതല്ല, ഇന്ത്യ ഹിന്ദു രാജ്യമാവാൻ പാടില്ല, ഇന്ത്യ ഇസ്ലാമിക രാജ്യവും ആവാൻ പാടില്ല, ഇന്ത്യയിലെ മനുഷ്യന്മാരൊന്നാണ്, ഇന്ത്യ ഇന്ത്യക്കാരന്റേതാണ് എന്ന മുദ്രാവാക്യം വിളിച്ചു എന്നതൊഴിച്ചാൽ കണ്ണൂരിലെ സഖാക്കൾ ചെയ്ത കുറ്റം എന്താണ്? കണ്ണൂരിൽ സഖാക്കൾ മരിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് പണ്ട് മാധ്യമം പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന O അബ്ദുള്ള സാഹിബ് പണ്ട് ചോദിച്ചിരുന്നു മാധ്യമത്തിൽ. അദ്ദേഹം ചോദിച്ചു, കണ്ണൂരിൽ സഖാക്കൾ മരിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് കാണേണ്ടവർ കാണുന്നുണ്ടോ? കണ്ണൂരിലെ സഖാക്കളെ കൊല്ലുന്നത് RSS ആണെങ്കിൽ ആ സഖാക്കൾ മരിച്ചു വീഴുന്നത് ആദ്യം ഇന്ത്യയിലെ മുസൽമാന് വേണ്ടിയാണ്. അത് കാണേണ്ടവർ കാണുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. കാണേണ്ടവർ നന്നായിട്ട് കണ്ടു. അദ്ദേഹത്തെ പിടിച്ച് മാധ്യമത്തിൽ നിന്ന് പുറത്തിട്ടു. അത് പഴയ കഥ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, കണ്ണൂരിന്റെ മണ്ണിൽ 53 ഇടതുപക്ഷക്കാരെ കൊന്നപ്പോ എന്തിനാണ് കൊന്നത്? ഹിന്ദുക്കളെയാണ് കൊന്നത്. ഹിന്ദുവിന്റെ രക്ഷയ്ക്ക് ആയുധം എടുക്കുന്നു എന്ന് പറയുന്ന RSSകാരൻ ഹിന്ദുവിനെ കൊന്നു. കണ്ണൂരിൽ ആയിത്തറയിൽ 2 സഖാക്കളുടെ അനുസ്മരണ യോഗത്തിൽ പ്രസംഗിക്കാൻ ഞാൻ പോയിരുന്നു. ആരാണ് ആ സഖാക്കൾ? ശബരിമലക്ക് പോകാൻ മാലയിട്ടവരാണ്. ഇരുമുടിക്കെട്ടും കെട്ടി മണ്ഡലവ്രതം എടുക്കുന്ന കറപ്പുടുത്ത സഖാക്കൾ. എന്തിനാണ് അവരെ കൊന്നത്? അവർ കമ്മ്യൂണിസ്റ്റുകാരായി, ഇടതുപക്ഷക്കാരായി എന്നാണ് കുറ്റം. എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ രക്ഷക്ക് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവൻ, ഹിന്ദുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആയുധമെടുക്കുന്നവൻ ഹിന്ദുവിനെ കൊല്ലുന്നു. കാരണം അവൻ മനുഷ്യന്റെ പ്രസ്ഥാനത്തോട് കൂറു പുലർത്തുന്നു, അവൻ കമ്മ്യൂണിസ്റ്റുകാരോട്, ഇടതുപക്ഷക്കാരോട് അനുഭാവം പുലർത്തുന്നു. അതാണ് കുറ്റം. ഇസ്ലാമിക തീവ്രവാദിയോ ഒട്ടും വ്യത്യസ്തമല്ല. ഇസ്ലാമിക തീവ്രവാദി എന്തു പറഞ്ഞാണ് രംഗത്ത് വന്നത്? ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടിയാണ് ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ ശക്തിപ്പെട്ടത്. അതിനു മുമ്പ് ഇല്ല എന്നല്ല. പക്ഷെ ഇത് ശക്തിപ്പെട്ട കാലത്ത് അവർ വന്ന് പറഞ്ഞത് എന്താ? ബാബരി മസ്ജിദ് തകർന്നു, RSSകാരാണ് തകർത്തത്. UPയിലെ BJP ഭരണകൂടം കൂട്ടുനിന്നു, കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണകൂടവും കൂട്ടുനിന്നു. ഇനി ഇന്ത്യയിലെ മുസൽമാന് വേറെ രക്ഷയില്ല. അവന്റെ പള്ളികൾ രക്ഷിക്കാൻ മുസൽമാന്മാർ സ്വന്തമായി ആയുധമേന്തുകയല്ലാതെ വേറെ മാർഗമില്ല. പക്ഷേ ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിൽ കൊന്നതാരെയാണ്? കേരളത്തിന്റെ പോലീസ് വകുപ്പ് രേഖപ്പെടുത്തിയ 18 കേസുണ്ട്. 18 കേസ് എന്ന് പറഞ്ഞാൽ മർഡർ കേസ്. കഴിഞ്ഞ 10 കൊല്ലത്തിനകം കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നൊടുക്കിയ 18 പേരുടെ ഊരും പേരും രേഖപ്പെടുത്തപ്പെട്ട കേസാണ്. അറിയപ്പെടാത്ത കേസുകൾ വേറെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കൗതുകകരമായ ഒരു കണക്കാണത്. കാരണം ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിൽ കൊന്നൊടുക്കിയ 18 പേരുടെ പട്ടികയിൽ ഒരു RSSകാരന്റെ പേരില്ല. എന്തു പറഞ്ഞാണ് ഇസ്ലാമിക തീവ്രവാദി വന്നത്? RSSനെ അതേ നാണയത്തിൽ ഞങ്ങൾ നേരിടും. ഏതാണ് നാണയം? RSS അമ്പലമുറ്റത്ത് കവാത്ത് നടത്തുമ്പോൾ ഞങ്ങൾ പള്ളിയുടെ മിമ്പറിൽ ബോംബുണ്ടാക്കി വെക്കും, പാലത്തിന്റെ ചുവട്ടിൽ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പാവം ഹിന്ദു കുട്ടികളുടെ നെഞ്ചത്തെറിയും.
വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, ബോംബിന് ബോംബ്. എന്നിട്ടോ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ RSSന്റെ ഏതെങ്കിലും ഒരു പുലിമടയിൽ കടന്നൊരു ആക്രമണം നടത്തിയ ഒരു പത്രവാർത്ത, ഇസ്ലാമിക തീവ്രവാദിയുടെ ഒരു ആക്രമണം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ണൂരിന്റെ മണ്ണിൽ 53 ഇടതുപക്ഷക്കാരെ RSSകാരൻ കൊന്നപ്പോ അവിടെ ഒരു കരിങ്കൊടി പ്രകടനം നടത്താൻ NDF-കാരൻ പോയോ? ഇസ്ലാമിക തീവ്രവാദി പോയോ? RSSന്റെ ഏറ്റവും ഭീകരമായ വിളയാട്ടം ഉണ്ടായ എവിടെയെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ചെയ്യാനായോ? ബാബരി മസ്ജിദിന്റെ പേരിലാണ് ഇവർ വന്നത്. ബാബരി മസ്ജിദ് രക്ഷിക്കാനായോ? രണ്ടാമത്തെ പള്ളി രാജസ്ഥാനിലെ ബിൽവാരയിലാണ് തകർക്കപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരി 27-ന്. അക്ബരി മസ്ജിദ്, മഹാനായ അക്ബർ നിർമ്മിച്ച പള്ളി, അജ്മീറിനും ജയ്പൂരിനും ഇടയിലുള്ള ബിൽവാരയിൽ പട്ടാപ്പകൽ ബജ്രംഗദൾ തട്ടിനിരപ്പാക്കി. ഇസ്ലാമിക തീവ്രവാദി എന്ത് ചെയ്തു? മൂന്നാമത്തെ പള്ളി ഇതാ മധ്യപ്രദേശിലെ ഭോജ്ശാലയിൽ ഇപ്പൊ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മധ്യപ്രദേശിലെ ധർ എന്ന ജില്ലയിലെ ഭോജ്ശാലയിൽ കമാൽ മൗല മസ്ജിദ് എന്ന പള്ളി എത്രയോ വർഷങ്ങളായി മുസൽമാന്റെ പള്ളിയാണ്. പക്ഷെ അവിടെ സരസ്വതി ദേവിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഒരു അവകാശവാദം, വ്യാജമായ അവകാശവാദം ഉണ്ടായി. അതിനെ തുടർന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു തീരുമാനമെടുത്തു. കൊല്ലത്തിൽ ഒരിക്കൽ വസന്ത പൗർണമി നാളിൽ ഹിന്ദുക്കൾക്ക് ആ പള്ളിയിൽ പൂജിക്കാനുള്ള അവസരം കൊടുക്കണം. പക്ഷെ ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന BJP-യും മധ്യപ്രദേശ് ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റും ചേർന്ന് ഒത്തുകളിച്ച് പുതിയ ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിയിരിക്കുന്നു. എന്തൊക്കെ? കമാൽ മൗല മസ്ജിദിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താം. എല്ലാ ദിവസങ്ങളിലും അവിടെ ടൂറിസ്റ്റുകൾക്ക് യഥേഷ്ടം കടന്നിറങ്ങാം. വെള്ളിയാഴ്ച 3 മണിക്കൂർ മാത്രം, 12 മണി മുതൽ 3 മണി വരെ മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ ആരാധിക്കാം. ഇത് ആരാധനയുടെ പ്രശ്നം മാത്രമല്ല, സംഭവിക്കാൻ പോകുന്നത് ടൂറിസ്റ്റായി വരുന്നതും ഹിന്ദുവായി വരുന്നതും ഒക്കെ RSS ആണ്. അതുകൊണ്ട് ആ പള്ളി അധികകാലം ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് RSSകാരന്റെ വിളയാട്ടമുണ്ടായ എവിടെയും ഇവര് ഗുജറാത്തിൽ എന്ത് ചെയ്തു? ഇവര് മാറാട്ട് എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം മാറാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരെ സ്വന്തം വീട്ടിൽ കുടിയിരുത്തുകയാണ് വേണ്ടത്. അതിന് പകരം ആ കുടുംബത്തിൽ ചിലരെയൊക്കെ NDF-ന്റെ ബാനറിൽ അണിനിരത്താൻ വേണ്ടി, എന്നിട്ട് ജില്ലാ കലക്ടറുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയൊക്കെയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ അവരനുഭവിച്ചതിനേക്കാളും വലിയ ഭീകരതയിലേക്കാണ് ആ പാവങ്ങളെ കൊണ്ടുപോകുന്നത്. NDF-ന്റെ ബാനറിൽ മാറാട്ടെ കലാപത്തിനിരയായ പാവം മുസൽമാൻ അണിനിരന്നാൽ തീർച്ചയാണ് അവരുടെ ഭാവി അതിഭീകരമായി തീരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് RSSന്റെ ഒരു പുലിമടയിലും RSSന്റെ ഒരു വിളയാട്ട ഭൂമിയിലും ഇസ്ലാമിക തീവ്രവാദി ഒരാക്രമണവും നടത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവരെവിടെയാ പള്ളി രക്ഷിക്കാൻ പോയത്? ഇവര് പള്ളി രക്ഷിക്കുന്നത് മലപ്പുറത്ത്, കോഴിക്കോട്ട്, കണ്ണൂര്. ഇവിടെ പള്ളി രക്ഷിക്കാൻ നിങ്ങൾ വേണോ? കേരളത്തിലെ കാരണവന്മാർ ആലോചിക്കണം. കേരളത്തിൽ മതവിശ്വാസമുള്ള മുസ്ലിം സമുദായം ആലോചിക്കണം. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള പള്ളികളുണ്ട് ഇവിടെ. നൂറ്റാണ്ടുകളുടെ അല്ല, സഹസ്രാബ്ദങ്ങളുടെ പഴക്കം. 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ കാലത്ത് തന്നെ പള്ളി ഉണ്ടായ തീരമാണ് കേരളം. കൊടുങ്ങല്ലൂരിലെ പള്ളി തൊട്ട് കാസർഗോട്ടെ പള്ളി വരെ. ആ പള്ളിയുടെ മിമ്പറിൽ ബോംബുണ്ടാക്കി വെച്ച് മുസ്ലിം സമുദായത്തെ ആകെ അപമാനിച്ചതാരാണ്? മാത്രമല്ല, ഇവർ ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ പള്ളി രക്ഷിക്കാൻ ഇവര് വേണോ? മലപ്പുറത്തെ വലിയ പള്ളി പാറനമ്പി എന്ന പ്രമാണി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊളിക്കാൻ വന്നപ്പോ ആ പള്ളിക്ക് മുമ്പിൽ കാവൽ നിൽക്കാൻ തട്ടാൻ കുഞ്ഞനുണ്ടായില്ലേ? അതുകൊണ്ടല്ലേ മലപ്പുറം നേർച്ചയിൽ തട്ടാന്റെ പെട്ടിയുണ്ടായത്? അതല്ലേ കേരളത്തിന്റെ ചരിത്രം? തലശ്ശേരി കലാപകാലത്ത് കൂത്തുപറമ്പിലെ പള്ളിക്ക് RSSകാരൻ ബോംബെറിയുമ്പോ അത് മുസൽമാന്റെ പള്ളിയല്ലേ? അത് തടയാൻ, രക്ഷിക്കാൻ മമ്മദ് വരട്ടെ, പോക്കര് വരട്ടെ എന്ന് സഖാവ് കുഞ്ഞിരാമന് തോന്നിയോ? അമ്മ പെറ്റ മോനാണ് കുഞ്ഞിരാമൻ. അതുകൊണ്ട് സഖാവ് UK കുഞ്ഞിരാമൻ പള്ളിക്ക് വേണ്ടി രക്തസാക്ഷിയായി. എന്താ അർത്ഥം? കേരളത്തിന്റെ ചരിത്രം നൽകുന്ന ഒരു സൂചന അതാണ്. ഇവിടെ പള്ളി രക്ഷിക്കാൻ കുഞ്ഞന്മാരും കുഞ്ഞിരാമന്മാരും ഉണ്ട്. ഇവിടെ ഈ നാട് കുട്ടിച്ചോറാക്കുന്ന കുട്ടിക്കൊരങ്ങന്മാരായ ഇസ്ലാമിക ഭീകരവാദികൾ വേണ്ട, നിങ്ങളൊക്കെ വേണ്ടിടത്ത് പോടൂ എന്ന് പറയാൻ കേരളത്തിലെ മുസ്ലിം സമുദായമാണ് ആദ്യം ഉണരേണ്ടത്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇവര് കൊന്നതാരെയാണ്? ഇവര് നടത്തിയിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ 18 പേരുടെ പട്ടിക രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം. 2 കൂട്ടരെയാണ് ഇവരെ ആക്രമിച്ചത്. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത മർഡർ കേസുകൾ ഇസ്ലാമിക തീവ്രവാദി നടത്തിയിരിക്കുന്നു എന്ന് പോലീസ് തന്നെ പറഞ്ഞത്, ആന്റണിയുടെ പോലീസ് തന്നെ പറഞ്ഞത്. 18 കേസുകൾ. 18 കേസിൽ 2 കൂട്ടരുണ്ട്. ആരെയാണ് ഇവർ കൊല്ലാൻ ശ്രമിച്ചത്? ആരെയാണ് കൊന്നത്? ഒന്നുകിൽ പാവങ്ങളായ മുസ്ലിങ്ങളെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെയാണ്. 2 കൂട്ടരെ മാത്രമേ ഇവർ കൊന്നിട്ടുള്ളൂ. 2 കൂട്ടരെ കൊന്നാലും ഫലം ഒന്നാണ്. മുസൽമാനെ കൊല്ലുമ്പോ സംഭവിക്കുന്നത് എന്താണ്? RSSന്റെ ഒന്നാമത്തെ ഇരകളെ കൊന്നൊടുക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലുമ്പോ സംഭവിക്കുന്നത് എന്താണ്? RSSന്റെ ഒന്നാമത്തെ ശത്രുവിനെ കൊന്നൊടുക്കുന്നു. രണ്ടും ഫലം ഒന്നാണ്. RSSന്റെ പണി എളുപ്പത്തിൽ ചെയ്തു കൊടുക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ ആ പട്ടിക ഓർമ്മിപ്പിക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്,
NDF കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഒരു മനുഷ്യനെ കൊന്നത് ആരെയാണ്? പാലക്കാട് ജില്ലയിലെ തിരുവല്ലുവാമലയിലെ ഫക്കീർ ഉപ്പാപ്പ എന്ന 78 വയസ്സുള്ള മുസ്ലിം വൃദ്ധൻ ഈ താനൂർ കടപ്പുറത്ത് നിന്ന് പോയ മനുഷ്യനാണ്. അദ്ദേഹത്തെ അന്ധവിശ്വാസിയാണെന്ന് മുദ്രകുത്തിയിട്ടാണ് കൊന്നത്. എന്താണ് അന്ധവിശ്വാസം? അദ്ദേഹത്തെ സമീപിച്ചിട്ട് പാവങ്ങളായ മുസൽമാന്മാർ ഉപ്പാപ്പ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് മന്ത്രി ചൂതിയ വെള്ളം കൊടുക്കും, ഏലസ് കൊടുക്കും, നൂല് കൊടുക്കും. ഇതാണോ അന്ധവിശ്വാസം? കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും സുന്നികളാണ്. അവർക്ക് ഇത് അന്ധവിശ്വാസമാണോ? ഉറക്കും വെള്ളവും ഏലസും കൊടുത്തതിന്റെ പേരിൽ ആരെയൊക്കെ കേരളത്തിൽ കൊല്ലേണ്ടി വരും? അതാണ് അന്ധവിശ്വാസമെങ്കിൽ ഈ മലപ്പുറത്ത് ഉറക്കും വെള്ളവും ഏലസും തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ മൊത്തമായും ചില്ലറയായും വിറ്റ് സാമുദായിക രാഷ്ട്രീയം കച്ചവടം ചെയ്യുന്ന ആത്മീയ ആചാര്യന്മാരില്ലേ, അവരുടെയൊന്നും അരമനയുടെ മുറ്റത്ത് ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ ഈ ഭീകരവാദികൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. എന്താ പോവാത്തത്? രണ്ടാണ് കാരണം. ഒന്ന്, അന്ധവിശ്വാസത്തിനുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ചെറിയ വ്യത്യാസം. രണ്ട്, അന്നൊക്കെ NDF മുസ്ലിം ലീഗും തമ്മിൽ കണ്ടാ തിരിച്ചറിയില്ല. അതാണ് കാരണം. ഫക്കീർ ഉപ്പാപ്പയാണ് ആദ്യം കൊന്നത്. രണ്ട്, മണ്ണാർക്കാട്ട് 27 വയസ്സുള്ള അബ്ദുൽ ഗഫൂർ എന്ന മുസൽമാൻ എന്തിനായിരുന്നു? ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടി ചേർന്നു, ജനാധിപത്യപരമായ ഒരു അവകാശം വിനിയോഗിച്ചു. അതിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലാമോ? NDF മറുപടി പറയേണ്ടതാണ്. മുസ്ലിം ലീഗ് NDF അന്ന് ഒന്നായിരുന്നു, അവരാണ് കൊന്നത്. പിന്നെ കൊല്ലപ്പെട്ട ഒരാൾ ചേകനൂർ മൗലവിയാണ്, അബുൽ ഹസൻ അലി എന്നു പേരുള്ള മതപണ്ഡിതൻ. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് ആക്ഷേപം. ശരിയായിരിക്കാം, ദൈവദത്തമായ പ്രത്യയശാസ്ത്രങ്ങളെ മനുഷ്യൻ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റും. അമ്മാതിരി അബദ്ധങ്ങളുടെ പരമ്പരയാണ് ലോകത്തിന്റെ ചരിത്രം. അതുകൊണ്ട് എന്താണ്, അദ്ദേഹത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. ചേകനൂർ മൗലവി 40 കൊല്ലം മതപ്രസംഗം നടത്തിയിട്ട് കേരളത്തിൽ അദ്ദേഹത്തിന് അധികം അനുയായികൾ ഉണ്ടായിട്ടില്ല. മരിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും പേരുണ്ടായത്. എന്താ അർത്ഥം? നമുക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. പക്ഷേ നമുക്ക് അദ്ദേഹത്തോട് വിയോജിക്കാൻ അവകാശമുള്ളതുപോലെ പ്രധാനമാണ് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയാനുള്ള അവകാശം. ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പ്രഖ്യാപനം പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നടത്തിയിട്ടുണ്ട്.